എന്തെടുക്കും അമ്മ? അപ്പുവേ ഇന്ന് കുറച്ച് ബീഫ് കൊണ്ടുവന്നായിരുന്നേ. അപ്പൊ അത് നമുക്ക് കറി വെക്കാനായിട്ട് എല്ലാം കഴുകുക. നമ്മളുടെ ഇന്നത്തെ അതായത് നമ്മള് ഇപ്പൊ 3-4 പ്രാവശ്യം നമ്മള് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പില് കഴുകണം. പിന്നെ ഉപ്പിട്ട് കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് വിനാഗിരി ഇട്ട് കഴുകണം. അപ്പൊ എന്നാലും നല്ല ഇതായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടത്തുള്ളൂ. ആ ബീഫിന്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇല്ലേ, അതൊക്കെ മാറിയിട്ട് നമുക്ക് കിട്ടത്തുള്ളേ. അപ്പോ ഞാനത് ചെയ്യട്ടെ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവർക്കും കുട്ടീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ആർച്ചടെ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ ബീഫിന്റെ പണിയില്ല അല്ലെ? അതെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വന്നാലോ? അപ്പൊ നമ്മളിത് ബീഫൊക്കെ ക്ലീൻ ആക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ചേർക്കണം അല്ലേ മേ? ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മള് കാശ്മീരി ചില്ലി 1 സ്പൂണ്. അത് പോരാ, നമുക്ക് വീണ്ടും ചേർക്കേണ്ടതാണ്. അതെ, അരപ്പിന്റെ കൂടെ അല്ലേ? വല്ല വഴറ്റുന്നതിന്റെ കൂടെ. മഞ്ഞൾപ്പൊടി, അത് മഞ്ഞപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇത് കുരുമുളക്. മീമയല്ല, ബീഫ്. നമ്മുടെ ഇവിടെ വിഷ്ണുട്ടനും ഉണ്ട് കേട്ടോ. വിഷ്ണുട്ടൻ കരച്ചിലായിരുന്നേ. അത് കാരണം വിഷ്ണുട്ടനെ ഞാൻ എടുത്തോണ്ടാണ് ഷൂട്ട് ചെയ്യുന്നേ. അല്ലേ വിഷ്ണു? മീറ്റ് മസാല അത് എത്ര സ്പൂണാമോ? അതൊരു ചെറിയ 1.5 സ്പൂണ്. ഇതെല്ലാം നമുക്ക് വീണ്ടും ചേർക്കേണ്ടതാണ്. ഇതിപ്പോ വേകാനുള്ള ഇത് മാത്രം അല്ലേ? അതെ. ഇതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ മാത്രമാണ്. ഗരം മസാല മതി. ഉപ്പ് ഉപ്പൂടെ. അതെ, ഉപ്പ്. എന്നാ ഇടുന്നേ? ഇട്ടു ഉപ്പ്. ഇനി എന്നാ നമുക്ക് ചേർക്കാനുള്ള വിഷ്ണു? വെളിച്ചെണ്ണ. എണ്ണ. അതന്നെ, നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഇനി നന്നായിട്ട് കൈ വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിന്റെ കൂടെ അല്പം കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട, ബീഫിനകത്തു നിന്നുള്ള വെള്ളം ഇറങ്ങും അല്ലേ? അതെ. നമുക്കിനി നേരെ കുക്കർ അടച്ചു വെച്ച് വേവിച്ചിട്ട് വരാം. അത് ചൂടായി, എണ്ണ ഒഴിക്കുവാണേ. വെളിച്ചെണ്ണ, കടുക് ഇടുവാണേ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണേ. അപ്പൊ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അല്ലെ, ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. എത്ര കിലോ ബീഫാണ്? 2 കിലോ. ശകലം ഉപ്പൂടെ ഇട്ട് നമുക്ക് വഴച്ചെടുക്കാം. ഇതിപ്പോ ഇവിടെ വഴന്നു വന്നിട്ടുണ്ടല്ലേ മേ? അതെ. ഇനി നമുക്ക് ചെറിയൊരു തക്കാളിയാണേ. വഴന്നു വരട്ടെ. നമ്മുടെ സബോള എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. തക്കാളി, സബോള എല്ലാം വഴന്നു വന്നു. നമുക്ക് പൊടികൾ അതിൻ്റെ അകത്തേക്ക് ചേർത്തേക്കാവേ. ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇവിടെ പുറത്ത് നല്ല മഴ. അതെ. ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി. ശകലം മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ
കുറച്ച് ഗരം മസാല. ഇത് നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഇറച്ചി മസാല. അതെ. അപ്പൊ ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അല്ലേ വഴന്നു വന്നു. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അല്ലേ? ആ വെള്ളത്തോട് കൂടി തന്നെയാണ് കഴിക്കുന്നത്. അതൊക്കെ ശാലു കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് അത് ബീഫ് വേവിച്ച വെള്ളം തന്നെയാണ്. ബീഫ് വേവിച്ച വെള്ളം തന്നെയാണ്, വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തില്ല അല്ലേ? ഇല്ല. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം, യോജിപ്പിക്കാം. ഓക്കെ, കൂട്ടുകാരെ നമുക്ക് അടപ്പൊന്ന് എടുത്തു നോക്കിയാലോ. ഇതാ കണ്ടില്ലേ, നമ്മുടെ ബീഫ് എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വെള്ളമെല്ലാം പറ്റി ആവശ്യത്തിനുള്ള ഗ്രേവിയിൽ കിടക്കുവാണ്. ഇനിയിപ്പൊ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിയിലയുണ്ട്, മല്ലിയില ചേർക്കണം. മല്ലിയില ചേർക്കുവാണേ. ഗ്യാസ് ഞാൻ ഓഫ് ആക്കിയേ. കരിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. അതിനോടൊപ്പം തന്നെ ചതച്ച് വെച്ച മുളക്, ഒരു പൊടിക്ക് ഗരം മസാല, കലം വെളിച്ചെണ്ണ. ഓക്കെ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ പുട്ടിന്റെ കൂടെ എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് കറിയാണ്. എന്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മൾ ബീഫ് വാങ്ങിച്ചപ്പോഴേ കുറച്ച് കപ്പ ബിരിയാണിയും കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റെസിപ്പി വേണ്ടവർ താഴെ കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ ആ റെസിപ്പി നിങ്ങൾക്കായിട്ട് തരുന്നതായിരിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആ കപ്പ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ അഭിപ്രായമാണ് കേട്ടോ. അപ്പം അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. എങ്ങനെയുണ്ട് വിഷ്ണു, എങ്ങനെയുണ്ടടാ കപ്പ ബിരിയാണി? എങ്ങനെയുണ്ട് പോലെ? സൂപ്പറാണോ? സൂപ്പറാ, അടിപൊളിയാണോ കപ്പ ബിരിയാണി? അപ്പൂനോട് ചോദിച്ചേ. നല്ല സൂപ്പർ ബിരിയാണി. അത്രയും നല്ല ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരു ഹോട്ടലിൽ നിന്ന് നമുക്ക് ഇതുപോലെ നല്ല രുചിയുള്ള ഒരു ബിരിയാണി ഷാവളെ നമ്മൾ അഭിനന്ദിച്ച് മാത്രമേ വെക്കത്തുള്ളൂ. ഇത്രയും നല്ല ബിരിയാണി. അയ്യോ, ഞാനങ്ങ് പൊങ്ങി. അമ്മയ്ക്കല്ല നിങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്നൊരു കടമയുണ്ട്. ഒരു തട്ടുകടയിൽ ഇതുപോലത്തെ ബിരിയാണി, ഇത്ര രുചിയുള്ള ബിരിയാണി കിട്ടത്തില്ല. കിട്ടിയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. കിട്ടിയിട്ടുണ്ടോ? നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം.
താങ്ക് യു.